2 മാസത്തിന് ശേഷം ഇപ്പൊ കാണും. ഹായ് ഗൈസ്, നമ്മളിപ്പോൾ എവിടെ പോകുന്നതെന്നറിയോ? എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. ആക്ച്വലി ഇന്ന് എനിക്ക് ഓഫ് ഡേ ആയതുകൊണ്ട് ചുമ്മാ പുറത്തേക്ക് ഇറങ്ങാമെന്ന് ഓർത്തിറങ്ങിയതാണ്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഞാനിപ്പോൾ അവളെ വെയിറ്റ് ചെയ്ത് ആക്ച്വലി നിൽക്കുക. നോക്കാം എന്താ ചെയ്യാൻ പോണേന്നൊന്നും എനിക്ക് വലിയ പ്ലാനൊന്നുമില്ല. ആക്ച്വലി ഞാൻ ശരിക്കും ഒരു മണ്ടത്തരം കാണിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അകത്ത് ഹീറ്റർ ഉള്ളതുകൊണ്ട് നമ്മൾ പുറത്തെ തണുപ്പറിയത്തില്ല. അപ്പം ഞാൻ നോർമൽ ഒരു ഷർട്ട് എടുത്തിട്ടാണ് വന്നത്. അപ്പം എനിക്കിപ്പോൾ തണുക്കുന്നുണ്ട്. ഗ്ലൗസും ഞാൻ കാര്യമായിട്ട് എടുത്തില്ല, നോർമൽ ഗ്ലൗസാണ് എടുത്തത്. ലെതറിൻ്റെ ആയിരുന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് നമുക്ക് തണുക്കില്ലായിരുന്നു. ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് ഈവനിങ് തൊട്ടല്ലേ ആളുകൾ കൂടുള്ളൂ. അപ്പം ഞാനധികം ആളുകൾ ഉണ്ടാവില്ല എന്ന് വിചാരിച്ചതാ. പക്ഷെ അത്യാവശ്യം നല്ല ഡ്രസ്സ് പുറത്തുനിന്ന് ഇങ്ങനെ കാണാം, അകത്ത് കയറി കഴിഞ്ഞാൽ ശരിയാവത്തില്ലേ. ഞാൻ 2026 എടുത്തൊരു റെസൊല്യൂഷൻ വേണമെങ്കിൽ പറയാം. ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഔദ്യോഗിക. കാരണം എനിക്ക് ആവശ്യമുള്ളതും ഇല്ലാത്തതും ഒക്കെ ഞാൻ വാങ്ങും. നാട്ടിലായിരുന്നപ്പോഴും ഞാനതെ, അതിന് അമ്മയുടെ വായിരിക്കുന്ന തെറിയൊന്നും കേൾക്കാത്തൊരു ദിവസമില്ല. പക്ഷെ ഞാൻ അതുകൊണ്ടത് കുറയ്ക്കണം എന്ന് വിചാരിച്ചു. കുറവാണിപ്പോൾ, കുറച്ചു മീൻസ് ഞാൻ ആവശ്യമുള്ളത് മാത്രം എടുക്കാൻ ശ്രമിക്കും. ആവശ്യമില്ലാതെ ഒന്നും ഞാൻ എടുക്കാറില്ല. നോക്കാം. ഇതിൻ്റെ ഫ്രണ്ടിൽ കൂടെയൊക്കെ ഇങ്ങനെ നടക്കുമ്പോഴേ വല്ലാത്തൊരു ത്വരയാണ്, എന്താണെന്നറിയില്ല. പക്ഷേ നമ്മുടെ മൈൻഡിനെ പിടിച്ചേക്കണം, ഇല്ലെങ്കിൽ എല്ലാം പോവും. നമ്മൾ ഓൾമോസ്റ്റ് എത്താറായിട്ടോ അവളുടെ അടുത്തേക്ക്. അപ്പോൾ ഇപ്പം വിളിച്ചപ്പോൾ അവൾ ഓൾമോസ്റ്റ് എത്താറായി എന്ന് ആക്ച്വലി പറഞ്ഞേ. ഞാൻ ആക്ച്വലി അവളെ വെയിറ്റിങ്ങാണ്. അവൾ എവിടെയാണെന്നറിയില്ല. ഞങ്ങളൊരു റെസ്റ്റോറൻറ്റിൻ്റെ ഫ്രണ്ടിൽ കാണാമെന്ന് പറഞ്ഞിട്ട്, പക്ഷേ അതിൻ്റെ ഫ്രണ്ട് എത്തി. അവളതിൻ്റെ ഫ്രണ്ട് എത്തിയിട്ടില്ല എന്ന് തോന്നുന്നു. നോക്കാം. അവളെ കണ്ടു കിട്ടി. സുഖാണോ? അപ്പൊ ഇവളെ കണ്ടു കിട്ടി. കൊറേ നാൾക്ക് ശേഷം നമ്മൾ കണ്ടല്ലേ. 2 മന്ത് ആവും എന്തായാലും ആവും. കാരണം ക്രിസ്മസിന് മുന്നെയാണ് കണ്ടത്. ക്രിസ്മസിന് മുന്നെയാണ് നമ്മൾ എന്തായാലും കണ്ടത്. അതിനുശേഷം നമ്മൾ കണ്ടിട്ടില്ല. നമ്മൾ ലാസ്റ്റ് അവിടെ ഇവിടെ വീട്ടിൽ ഞാൻ വന്ന സമയത്ത് സാധനം എടുക്കാൻ വേണ്ടി, അതെ, അന്ന് ലാസ്റ്റ് ഞങ്ങൾ കണ്ടത്. അതിനുശേഷം ഞങ്ങൾ കണ്ടിട്ടില്ല. ഫോൺ ആരെയും തട്ടിപ്പറിച്ചോണ്ട് പോകുന്നൊരു പേടിയുണ്ട്. പക്ഷെ എന്നാലും പക്ഷെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. എൻ്റെ അമ്മ കൊല്ലു, അയാളെന്നെ നോക്കി ചിരിക്കുന്നുണ്ട്. അപ്പോൾ കുറേ നാൾക്ക് ശേഷം ഞങ്ങൾ കണ്ടുകൊണ്ട് കുറച്ച് എക്സ്പ്ലോർ ചെയ്യാൻ വിചാരിച്ചു. എക്സ്പ്ലോർ എന്നൊന്നും പറയാൻ പറ്റത്തില്ല, എക്സ്പ്ലോർ എന്നൊന്നും ആക്ച്വലി പറയാൻ പറ്റത്തില്ല. പക്ഷേ അപ്പം നമ്മൾ ഇവിടുത്തെ ഒരു മോളിൽ കയറിയിട്ടുണ്ട്. പക്ഷെ എന്ത് ചെയ്യണം, എങ്ങോട്ട് പോകണം എന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. സോ എന്താ ചെയ്യാ? ഇതല്ലേ കയറി നോക്കാം. H&Mലൊന്ന് കയറി നോക്കാം. പക്ഷെ ഇവിടെ ഇടയ്ക്ക് നല്ലൊരു ഓഫർ വന്നായിരുന്നല്ലേ. ഇടയ്ക്ക് ഈ ന്യൂ ഇയറിന് മാത്രമല്ല, ബ്ലാക്ക് ഫ്രൈഡേ ഓഫർ. നമ്മൾ അന്ന് വന്നെന്നായിരുന്നൊരു എന്തോ ഒരു ഓഫർ ഉണ്ടായിരുന്നല്ലോ അന്ന്. നമ്മളൊരു ജീൻസ് എന്തോ 2 പൗണ്ട് കൊണ്ടില്ലേ. ഇത് ബ്ലാക്ക് ഫ്രൈഡേ. പക്ഷെ ഒരു പ്രശ്നം എന്താണെന്നറിയോ, ആർക്കും സൈസ് ആവാത്ത രീതിക്കുള്ളൊരു ജീൻസ് ആയിരുന്നു അത്. എനിക്ക് ഞങ്ങളുടെ സൈസിനുള്ളൊരു 5 പേർക്ക് കയറാൻ പറ്റും. അമ്മാതിരി സൈസ് സാധനം അല്ലേ. നാട്ടിലത്തെ സെയിം പ്രൈസ് തന്നെ അല്ലേ. അത്ര വലിയ വ്യത്യാസമൊന്നുമില്ല ഇവിടെ. വ്യത്യാസമൊന്നും കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഏകദേശം സെയിം പ്രൈസ് ആണെന്നില്ല. എന്തായിരിക്കും ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടോ വാച്ചിലായിരിക്കും അല്ലേ. എടുക്കണ്ട, നമുക്ക് പോവാം. നമ്മൾ നോക്കാൻ മാത്രം വന്നേ കേട്ടോ. എപ്പോഴും സ്ഥിരം ഡയലോഗ്, എപ്പോഴും ഇത് തന്നെയല്ലേ. നമ്മളെപ്പോഴും ഡയലോഗ് എടുക്കണ്ടെന്ന് വിചാരിക്കും. പക്ഷെ അത് തന്നെ എടുക്കും.
നമ്മൾ നേരത്തെ പഴയ സ്ഥലത്ത് വന്നപ്പോൾ ഞാനും ഉള്ളു ഇതേപോലെ ഒന്നും വാങ്ങണ്ടാടി നമുക്ക് ചുമ്മാ നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് ഇങ്ങനെ പോകുമ്പോൾ നോക്കിയ സാധനം ഞങ്ങൾ എടുക്കും. പിന്നെ മുഖത്തോട് മുഖം നോക്കിയിട്ട് പുഞ്ചിരിയാ. ജാക്കറ്റ് കൊള്ളാല്ലേ? ജാക്കറ്റ് കൊള്ളാല്ലേ? ഇതേടി കെട്ടണത് എൻ്റെ 2 ഉണ്ട്, പക്ഷെ വലുതല്ലേ? വേണ്ടാത്ത നമുക്ക് വീട്ടിൽ പോകാം. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ആക്സസറീസ് അങ്ങനെ ഓവറായിട്ട് യൂസ് ചെയ്യുന്ന ഒരാളേ അല്ല. പക്ഷെ എന്താണെന്നറിയില്ല, ഈ ഇടയായിട്ട് എനിക്ക് ഭയങ്കരമായിട്ടൊരു ക്രേസ് വന്നേക്കുവാണ്. പണ്ടൊക്കെ ഞാൻ കമ്മലോ മാലയോ ഇടാണ്ട് നടക്കുമ്പോൾ അമ്മയൊക്കെ എന്നെ തെറി പറഞ്ഞാൽ ഞാനൊരു കമ്മലെങ്കിലും എടുത്തിരുന്നത്. പക്ഷെ എന്താണെന്നറിയത്തില്ല, ഇപ്പം എനിക്ക് മാലയോടും കമ്മലിനോടും ഒക്കെ ചെറിയൊരു ക്രേസ് തുടങ്ങിയിട്ടുണ്ട്. വേണ്ടാത്ത മാല മേടിച്ചിട്ട് 2 സാരി എടുക്കാം. ആവട്ടെ. ബാഗിനെ പറ്റി പറയുകയാണെങ്കിൽ പിന്നെ ഒരു വല്ലാത്തൊരു ക്രേസ്, അത് തലയ്ക്ക് പിടിച്ചൊരു ഭ്രാന്തായിരുന്നു എനിക്ക് ബാഗിൻ്റെ കളക്ഷൻസ് എന്നൊക്കെ പറയുമ്പോൾ. എനിക്ക് കണ്ടതും ഇല്ലാത്തതും ഒക്കെ ആയിട്ടുള്ള ബാഗ്സൊക്കെ ഞാൻ വാങ്ങിക്കൂട്ടിരുന്നു. പക്ഷേ എല്ലാ ബാഗൊന്നുമില്ല, എനിക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട സാധനം മാത്രമേ ഞാൻ മേടിക്കുള്ളായിരുന്നു കേട്ടോ. അതൊക്കെ ഒരു കാലം. ഇത്രയും നേരമായിട്ട് ഞാൻ എന്താ ഇവളെ പരിചയപ്പെടുത്താതെ നിങ്ങൾ വിചാരിക്കത്തില്ലേ? ഇതെൻ്റെ ഫ്രണ്ട് ജോ. ഇവളെ ഞാൻ ഇവിടെ വന്ന ശേഷം ഞാൻ ഫസ്റ്റ് ടൈം ഞാൻ യൂണിവേഴ്സിറ്റി പോയ സമയത്ത് കണ്ടു പരിചയപ്പെട്ടൊരു ഫ്രണ്ടാണ്. ഞങ്ങൾ പരിചയപ്പെടുന്നത് എങ്ങനെയാണെന്നറിയോ? അത് വൻ കോമഡി ആട്ടോ. ഞങ്ങൾ ഒരേ സെയിം ജാക്കറ്റാണ് യൂസ് ചെയ്തിരുന്നത്. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, ഇത് ഡെക്കാത്തലുള്ള ജാക്കറ്റല്ലേ? ഇങ്ങനെയായിരുന്നു ഞങ്ങളുടെ ഫസ്റ്റ് കോൺവെർസേഷൻ സ്റ്റാർട്ട് ആയത്. അന്ന് തൊട്ട് ഇന്ന് വരെ ഞങ്ങൾ നല്ല ക്ലോസ് ഫ്രണ്ട്സ്. ഞങ്ങൾ പരിചയപ്പെട്ട ശേഷം ഞങ്ങൾ പിന്നെ ഒരുമിച്ച് താമസിക്കാനായിട്ടുള്ള പ്ലാനിങ് ആയിരുന്നു. അങ്ങനെ 1 മാസത്തെ നീണ്ട അന്വേഷണത്തിന് ശേഷം ഞങ്ങൾക്കൊരു ഫ്ലാറ്റ് കിട്ടി. അങ്ങനെ ആ ഫ്ലാറ്റിൽ ഞങ്ങൾ 2 ഷെയറിങ് ആയിരുന്നു. അതിനുശേഷം അവൾക്ക് വേറൊരു സ്ഥലത്ത് ജോബ് കിട്ടി, എനിക്ക് വേറെ സ്ഥലത്ത് മൂവ് ആവാൻ വേണ്ടി വന്നു. അങ്ങനെ ഞങ്ങൾ 2 സ്ഥലത്തോട്ട് 2 ടൈമിൽ മൂവായി. പക്ഷേ എന്തോ ഒരു ഇതെന്ന് പറയാലോ, ഞങ്ങൾ 2 എത്തിപ്പെട്ടത് ഒരേ സ്ഥലത്തായിരുന്നു. അവളുടെ വർക്ക് സ്ഥലവും ഞാൻ സ്റ്റേ ചെയ്യുന്ന സ്ഥലവും തമ്മിൽ കുറച്ച് ഡിസ്റ്റൻസ് വ്യത്യാസം ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ എന്തായാലും ഒരുമിച്ച് താമസിക്കുന്നില്ല. ആസ് സൂൺ ആസ് പോസിബിൾ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഹോപ്പ്ഫുള്ളി നടക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും എൻ്റെ വ്ളോഗ്സിൽ ഇനി അവൾ ഉണ്ടാവും. നമുക്ക് ഈ സിമ്പിളിൻ്റെ ഫേസ് വാഷ് മേടിക്കാം. കുറേ ആയി ഞാൻ തപ്പി നടക്കുമോ ഈ സിമ്പിളിൻ്റെ ഫേസ് വാഷ്. അതെ അതെ, ഓർമ്മയാണോ പണ്ട് നമ്മള് സൂര്യടാ സങ്കടം ഉണ്ടോ നിനക്ക്? വലുതായിന് പ്രായം ഒന്നിന് സങ്കടം ഉണ്ടോ നിനക്ക്? പ്രായം പറയട്ടല്ലേ, പ്രായം അറിയണ്ടായിരുന്നു. നാളെ വന്നു കഴിയുമ്പോൾ എല്ലാവരും കൂടി നാറ്റിക്കും. ഇതൊക്കെ ഞാനിടും, ഒക്കെ ഞാനിടും. എടുക്കുന്ന വീഡിയോ ഒക്കെ ഞാനിടും. അങ്ങനെ ചെയ്യരുത്, അങ്ങനെ ചെയ്യുള്ളൂ ഞാൻ. പക്ഷേ ഷൂവിന് എനിക്ക് അത്ര റേറ്റിന് വ്യത്യാസം തോന്നുന്നില്ല. ഏകദേശം സെയിം എമൗണ്ട് തന്നെ. ഡ്രസ്സിലാരും നീ ഡ്രസ്സിൻ്റെ ഇവിടുത്തെ ഡ്രസ്സിലാണ് നമ്മൾ ഞെട്ടേണ്ടത്. ഇതെന്താണ് കിടക്കുന്നത്? നീ ഇതെടുത്തോ. സെൽഫി ഞാൻ ഇവിടെ നിന്ന് നടന്നു വന്ന് സെൽഫി എടുത്തതാ. ഒരാൾ വന്ന് കിട്ടും. ഈ സെക്ഷനും നമുക്ക് പിന്നെ ക്രേസ് ഉള്ള കാര്യമാണ്. എൻ്റെ പപ്പയ്ക്ക് ഇതേപോലെ ഗ്ലാസിൻ്റെ ഒരു കളക്ഷൻസ് ഉണ്ട്, ലൈക്ക് സൺഗ്ലാസ്. പപ്പ മീൻസ് അമ്മയുടെ അച്ഛൻ. പപ്പയ്ക്ക് ഗ്ലാസിൻ്റെ കുറേ കളക്ഷൻസ് ഉണ്ട്. പപ്പയുടെ കയ്യിൽ ഇല്ലാത്ത ഗ്ലാസ് ഒന്നുമില്ല, ഇപ്പോഴും ഇരിപ്പുണ്ട്. പപ്പയുടെ ഒരു 20s 30s തൊട്ടുള്ള ടൈമിലുള്ള കുറേ ഗ്ലാസ്സസ് ഇപ്പോഴും ഇരിപ്പുണ്ട്, കളക്ഷൻസ് അവിടെ. അങ്ങനെ ആ ക്രേസ് ലാസ്റ്റ് എനിക്കും കിട്ടി. അതെങ്ങനെയുണ്ട്? സെറ്റ് സാധനം, കൊള്ളാം. കയ്യിൽ വെച്ച് ഒന്ന് വോക്ക് ചെയ്ത് വാ. റാമ്പി കൊള്ളാം. നമ്മുടെ കൂടെ ഇല്ലേ? സീക്രട്ടാണോ? അവരുടെ ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടെ എന്ത് വാങ്ങണം, എങ്ങോട്ട് പോകണം എന്ന് ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. ഈ സാധനം എന്നെ എല്ലായിടത്തും ഇങ്ങനെ കൊണ്ട് നടന്ന് എന്നെ ഇങ്ങനെ ത്വര കയറ്റിക്കുന്നുണ്ട്. പക്ഷെ എനിക്കൊന്നും വാങ്ങാൻ പറ്റുന്നില്ല. വൈ ഒന്നും വാങ്ങാൻ പറ്റുന്നില്ല. അതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. തട്ടരുത് കേട്ടോ, പൈസ കൂടുതലുള്ള സാധനമാണ്. ഇവക്ക് ഹോപ്പിലേക്ക് കുറച്ച് സാധനങ്ങൾ വേണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ നിൽക്കുക. പക്ഷെ ഞാൻ എൻ്റെ കണ്ണം കൊണ്ട് നോക്കുന്നില്ല. എന്താ 40,000 കൊണ്ടൊക്കെ ഇതിനോ കൂടുതലൊക്കെ അതിൽ പറയാൻ അവർ കാണിക്കണല്ലേ.
സാധനങ്ങൾ വെച്ച് 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 ഇനി സ്ഥലമില്ല. ഇതെന്താടി? ഓ ഓർഗനൈസർ എത്രയാടി? 16.99 ബാക്കിൽ. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കാണുമ്പോൾ നമുക്കൊരു ത്വര വരാറുണ്ട്. എൻ്റെ കൂടെ വന്ന ആളെ കാണുന്നില്ല. ഞാൻ അവളെ ഇങ്ങനെ തപ്പി നടക്കുക. അവളെ കാണുന്നില്ല, അവളെ മിസ് ചെയ്യും. അവളെ കാണുന്നില്ല കേട്ടോ. മിസ്സിങ്. കിട്ടി. ഇന്ന് മിസ്സിങ് എന്ന് പറഞ്ഞ അവിടെ നടക്കുമായിരുന്നു. ഇപ്പൊ ഇത് കഴിക്കണ സാധനമാ? കഴിക്കുന്നല്ലേ? പാസ്ത ഇരിക്കുന്നത് മറ്റേ എണ്ണയിട്ട്. എത്രയാ? ഇതിനേക്കാളും നല്ലത് മറ്റേ എടി എനിക്ക് ഈ സാധനം മേടിക്കണോടി. ഇത് നീ അധികം പൊക്കരുത്. ബോർഡ് അവിടെ ചിറ്റിലായിരിക്കും. അതെ, എന്റെ കയ്യിൽ നിക്കത്തില്ലേ. ഞാൻ ഈ സെക്ഷനിലോട്ട് വന്നപ്പോൾ എനിക്ക് കണ്ണി കണ്ട സാധനങ്ങളൊക്കെ മേടിക്കാൻ എനിക്ക് തോന്നി. പക്ഷെ ഞാൻ എന്നെ തന്നെ കൺട്രോൾ ചെയ്തു. കാരണം എന്താ, നമ്മൾ 2026 എടുത്ത റെസൊല്യൂഷൻ എന്താന്ന് ഓർമ്മയുണ്ടല്ലോ അല്ലേ? കുളിക്കാതെ നമുക്ക് സോപ്പിന്റെ ആവശ്യം എന്താലേ? കുളിക്കാം. ഹലോ ഗൈസ്, ഞങ്ങൾ പിരിയാൻ തീരുമാനിച്ചു. അതെ, ഇനിയിപ്പം നിന്നാൽ അതെ, ഇനിയിപ്പോ കാരണം ഇപ്പൊ തന്നെ ഓൾമോസ്റ്റ് ഇരുട്ടി തുടങ്ങാനായിട്ട് ചാൻസ് ഉണ്ടല്ലേ. അപ്പൊ നമ്മള് ഇരുട്ടി തുടങ്ങുന്നതിന് മുമ്പ് രണ്ടുപേരും വീട്ടിലെത്താൻ വേണ്ടിയിട്ടുള്ള പ്ലാനിങ്. അതെ, അപ്പോ ഇവള് പോവുക. അപ്പൊ ഇനിയിപ്പോ നമുക്ക് എന്ന് കാണാം? എന്ന്? എപ്പോ? ഇങ്ങനെ പറഞ്ഞു പോവും. ഇനി ഒരു 2 മാസം 2 മാസം കഴിഞ്ഞിട്ട് ഇനിയിപ്പോ ഞങ്ങൾ കാണത്തുള്ളൂ. പക്ഷെ നല്ല തണുപ്പുണ്ട്. നീ അറ്റ്ലീസ്റ്റ് തൊപ്പി എന്തെങ്കിലും ഉണ്ടെന്ന് പറയാം. എൻ്റെ അതൊന്നും ഇല്ല. ഞാൻ ബുദ്ധിപരമായിട്ടാ തൊപ്പി വെച്ചത്. എനിക്കറിയാം ഇവിടുത്തെ രാത്രിത്തെ തണുപ്പ്. ഞാൻ രാത്രിയില് വർക്കിന് പോണത്. ഓക്കെ, അപ്പൊ ഓക്കെ, ബൈ. അങ്ങനെ ടാറ്റാ ബൈ ബൈ പറഞ്ഞ അവളും പോയി. ഇനി എന്നാണാവോ ഞങ്ങൾ കാണുന്നത്? അപ്പോൾ അവള് പോയി. ഇനിയിപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ നിന്ന് അങ്ങ് വരെ പോകണം. ടാസ്ക്കാണ്. പക്ഷെ അത്യാവശ്യം നല്ല കാറ്റുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചു അധികം തണുപ്പ് കാണത്തില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇറങ്ങിയതാ. പക്ഷെ അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. സീന. ഞാനാണെങ്കിൽ ഗ്ലൗസ് ഒന്നും എടുത്തുമില്ല. ആകെ നല്ല കാറ്റുണ്ട്. ഞാൻ എൻ്റെ ഷുട്ടൂനെ പോലത്തെ വേറൊരു സാധനത്തിനെ കണ്ടു. നല്ല രസമില്ലേ? ഷുട്ടൂനെ പോലെ ഉണ്ട്. ഞാൻ ആക്ച്വലി മേടിച്ച സാധനമാണ് കഴിക്കാൻ, പക്ഷെ എനിക്ക് വേണ്ട, കളഞ്ഞു. ഞാനിപ്പോൾ ശരിക്കും വിചാരിച്ചൊരു കാര്യമുണ്ട്. ഒരു മിനിറ്റ്, ക്യാമറ തിരിച്ചിട്ട് പറയാം. ഞാൻ ഈ 2026 ഞാൻ എടുത്തൊരു തീരുമാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം വയ്ക്കുക, ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ കളയുക. എന്താണേലും അതെ. അപ്പോൾ ഞാൻ വിചാരിച്ചതെന്ന് വെച്ചാൽ, ഇപ്പം ഫുഡ് ഐറ്റംസ് ആണെങ്കിലും സാധനങ്ങളാണെങ്കിലും നമുക്ക് ആവശ്യമുള്ള സാധനം മാത്രം നമ്മൾ വെച്ചാൽ പോരെ. വെറുതെ വീട്ടിൽ കൊണ്ടുപോയി സ്ഥലം കളയണമല്ലോ. അപ്പം ഞാൻ ആ സാധനം വാങ്ങിച്ചു. പക്ഷേ അത് ഞാൻ കഴിക്കില്ല. അപ്പം ഞാനത് പൈസ കൊടുത്ത് വാങ്ങിച്ച സാധനമില്ലെന്ന് വിചാരിച്ച് ഞാൻ വീട്ടിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് വീട്ടിൽ ഇരിക്കും. എന്തായാലും ഞാൻ യൂസ് ചെയ്യാൻ പോകില്ല. അതുകൊണ്ട് എന്തായാലും ഇപ്പോൾ കളഞ്ഞ സാധനം എന്തായാലും പിന്നെ കുഴപ്പമില്ല. വേണ്ടാത്ത സാധനമല്ലേ. വേണ്ട സാധനമാണെങ്കിൽ നമുക്ക് അയ്യോ കളഞ്ഞല്ലോ എന്ന് റിഗ്രറ്റ് ചെയ്യും. നമ്മൾ യൂസ് ചെയ്യുന്ന സാധനമാകുമ്പോൾ നമുക്ക് കളഞ്ഞാലും കുഴപ്പമില്ല. അതുകൊണ്ട് ഞാൻ ആ സാധനം കളഞ്ഞു. ഇപ്പോൾ 2026 ഞാൻ എടുത്ത ഒരു തീരുമാനം, വേണ്ട സാധനങ്ങൾ മാത്രം വയ്ക്കുക, വേണ്ടാത്ത സാധനങ്ങളൊക്കെ കളയുക. കുടുക്കത്തെ തണുപ്പാ, പണ്ടാരം പിടിക്കുക. ഞാനാണെങ്കിൽ എൻ്റെ ഗ്ലൗസോ തൊപ്പിയോ ഒന്നും എടുത്തില്ല. ഇന്ന് വന്നു. ഞാൻ കട്ടിയുള്ള ഡ്രസ്സ് പോലും അല്ല ഇട്ടേക്കുന്നത്. തണുത്തിട്ട് വയ്യ. ഇങ്ങോട്ടാ പോണ്ടെന്ന് പറയാൻ പാടില്ലല്ലോ ദൈവമേ. ഞാൻ മുടി അഴിച്ചിട്ടിട്ട് ആക്ച്വലി മുടി മൊത്തം നന്നായിട്ട്
ചടയായി. വീട്ടിൽ ചെന്നിട്ട് ഇനിയിപ്പോൾ എണ്ണ തേച്ച് കുളിക്കാം. ശരിക്കും പറഞ്ഞാൽ ഇരുട്ടി ഇവിടെ, അതുകൊണ്ട് കുളിക്കാൻ തോന്നില്ല. നമ്മൾ പിന്നെ കുളിക്കാറില്ല, ആരോടും പറയണ്ട. ഗ്ലൗസ് ഇട്ടില്ല, തൊപ്പിയൊന്നും എടുത്തില്ല, ഇവരെൻ്റെ ഈ ഡ്രസ്സിന് പോലും കട്ടില്ല. എന്താവുമെന്നൊരു ഐഡിയ ഇല്ല. നാളെ എനിക്കൊന്നെങ്കിൽ പനി പിടിക്കും, അല്ലെങ്കിൽ എൻ്റെ സൗണ്ട് പോവും. നടക്കാൻ പോകുന്ന കാര്യം ഇതാ. എനിക്ക് എപ്പോൾ ഇതേപോലെ തണുപ്പടിച്ചു കഴിഞ്ഞാലും എനിക്ക് സീനാവും. പനിയോ ജലദോഷമോ ചുമയോ എന്തെങ്കിലുമൊക്കെ പിടിക്കും. എന്തെങ്കിലും സാറിൻ്റെ അടുത്ത് കൂടെ പോയി കഴിഞ്ഞാൽ എനിക്ക് അപ്പോൾ സീനാവും. എന്തായാലും നമുക്കിനി വീട്ടിൽ പോവാം. അപ്പം ശരി, അടുത്ത വീഡിയോസ് എനിക്ക് എന്ത് വീഡിയോസാണ് ഇടേണ്ടതെന്ന് എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല, ടു ബി ഓണസ്റ്റ്. എനിക്ക് ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഫ്രണ്ടിനെ കാണാൻ വന്നപ്പോൾ ഞാനൊരു വീഡിയോ ആക്കുന്നു എന്നേ ഉള്ളൂ. അല്ലാണ്ട് ഞാൻ അത്ര പ്രൊഫഷണലൊന്നുമല്ല എന്ത് വീഡിയോസ് ഇടണം എന്നൊന്നും. അപ്പോൾ ശരി, ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇനി എന്തെങ്കിലുമൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് വല്ലതും വരുവാണെങ്കിൽ ഞാൻ വീഡിയോ എടുക്കാം. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.